ബഹുമാനപ്പെട്ട ചാർലി അദ്ദേഹം മത്തായി സുവിശേഷം 18:12 വായിക്കും. അതിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഒരു കുഞ്ഞാടിനെ നഷ്ടപ്പെട്ടു പോയാൽ ബാക്കിയുള്ള 99 സുരക്ഷിതമാക്കി വെച്ചിട്ട് നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞാടിനെ തിരിച്ചു കൊണ്ടുവരാനാണ് ഇടയൻ ശ്രമിക്കുന്നത്. ഞാനൊരു കടുത്ത ഇടതുപക്ഷ വിരുദ്ധനാണ്. പക്ഷെ ഇടതുപക്ഷ സർക്കാർ ചെയ്തത് നല്ല കാര്യമാണ്. അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ചെയ്യേണ്ടതാണ്. വേടന് മാത്രമല്ല, വേടന് ഒരു പക്ഷേ ഈ പെർസിക്യൂട്ടഡ് ആയ അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന ജാതിയുടെ ആയതുകൊണ്ട് ഒരു എക്സ്ട്രാ സപ്പോർട്ട് സർക്കാർ കൊടുത്തു കാണാം. പക്ഷേ ഖാലിദ് റഹ്മാൻ ആണെങ്കിലും ശ്രീനാഥ് ബാസി ആണെങ്കിലും ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും വഴിയിൽ വീണു പോകുന്നവരെ ചവിട്ടി താഴ്ത്താനല്ല, അവരെ ഉയർത്തിയെടുക്കാനും ചേർത്ത് നിർത്താനും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് തന്നെയാണ് നന്മ, അത് തന്നെയാണ് ഉദാത്തമായ സമീപനം, അത് തന്നെയാണ് ഗാന്ധിയൻ സമീപനം. നിയമത്തിന്റെ കാർക്കശ്യം മാത്രമല്ല, നിയമത്തിന്റെ കാരുണ്യം എന്നൊരു സങ്കല്പവുമുണ്ട്. ആ കാരുണ്യത്തിൽ തീർച്ചയായും മേഡനെ നമ്മൾ ചേർത്ത് പിടിക്കണം. മേഡന്റെ രാഷ്ട്രീയത്തിന്റെ നേരെ എതിർ രാഷ്ട്രീയമാണ് എനിക്കുള്ളത്. ഞാനൊരു സവർണ ഹിന്ദു വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആണ്. വേടൻ നേരെ തിരിച്ചാണ്, ഒരു ഇടതുപക്ഷ ദളിത് പിന്നോക്ക ആക്ടിവിസ്റ്റ് ആണ്. പക്ഷേ വേടനിലെ മനുഷ്യനെ, മലയാളിയെ, കേരളീയനെ, ഇന്ത്യക്കാരനെ, ആ ഭാരതീയനെ കണ്ടുകൊണ്ട് വേടന്റെ പ്രതിഭയെ നമ്മൾ ചേർത്ത് നിർത്തണം. വേടനെ മാത്രമല്ല, ഇനിയും ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും ശ്രീനാഥ് ബാസി ആണെങ്കിലും ഖാലിദ് റഹ്മാൻ ആണെങ്കിലും, കാര്യം അവർ ജീവിതത്തിന്റെ പാതകളിൽ വീണു പോകുന്നവരാണ്. അവരെ വീണ്ടും ചവിട്ടി താഴ്ത്താനല്ല, ഉയർത്തിയെടുക്കാനാണ് നമ്മൾ എല്ലാവരും പരിശ്രമിക്കുന്നത്. ഇത്തരത്തിൽ പല പല കേസുകളിൽ ഉൾപ്പെട്ടു പോകുന്ന ഒരുപാട് ഈ പ്രമുഖരായിട്ടുള്ളവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. അത്തരത്തിലുള്ളവരെയൊക്കെ നേർവഴിച്ച് ഉപദേശിച്ച് നന്നാക്കാമെന്നാണെങ്കിൽ പിന്നെ ഈ നിയമത്തിന്റെ സാധ്യതയൊക്കെ എങ്ങനെയാണ്? ആ നിയമത്തിൽ പോലും അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണം NDPS ആക്ടിലാണെങ്കിൽ 64A, പോർച്ചുഗലിലൊക്കെ ആണെങ്കിൽ ഡിസ്വേഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ കാനഡയിലാണെങ്കിൽ ഗുഡ് സമരിറ്റൻ ആക്ട്. ഇതൊക്കെ ലോകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന നിയമമാണ്. ഓർക്കുക, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ വില്ലന്മാർ മാത്രമല്ല, അവർ ഇരകളും കൂടെയാണ്, വിക്ടിംസും കൂടിയാണ്. അങ്ങനെയും കൂടി നമ്മൾ കാണാൻ പഠിക്കണം. അവർ ഇരകളാണ്, ഈ മയക്കുമരുന്നിന്റെ ഇരകളാണ്. നമുക്ക് ജയിക്കേണ്ടത് മയക്കുമരുന്നിനെതിരായ യുദ്ധമാണ്. മഹാത്മാഗാന്ധി മനോഹരമായി പറയുന്നുണ്ട്, പാപത്തെയാണ് വെറുക്കേണ്ടത്, പാപിയെ അല്ല. പാപം വേറെ, പാപി വേറെ. അത് താത്വികമായൊരു സമീപനമൊന്നുമല്ല, അതാണ് പ്രായോഗികമായ സമീപനം. സഞ്ജയ് ദത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ച് ജീവിതം നശിപ്പിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. സഞ്ജയ് ദത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു, രൺബീർ കപൂറിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഫർദീൻ ഖാനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇവരെ എല്ലാം തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നത് ഈ രാജ്യത്തിന്റെ നന്മയാണ്, നമ്മുടെ സംവിധാനങ്ങളുടെ നന്മയാണ്. അങ്ങനെ തന്നെ വേണം. നമ്മുടെ ഒരു സഹോദരൻ, കൂടുതലൊന്നും നമ്മൾ ആലോചിക്കണ്ട, താങ്കളുടെയോ എന്റെ ഒരു സഹോദരനോ സുഹൃത്തോ മയക്കുമരുന്നിൽ വീണുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? തള്ളിപ്പറയും, തള്ളിക്കളയും, വഴിയിൽ കളയുമെന്നാണോ? അല്ല, അവരെ രക്ഷിച്ച് ചികിത്സിച്ച് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. അവർക്ക് കൂടുതൽ അവസരം കൊടുക്കണം. ഷൈൻ ടോം ചാക്കോയ്ക്ക് കൊടുക്കണം, ശ്രീനാഥ് ബാസിക്ക് കൊടുക്കണം, നമ്മുടെ ഖാലിദ് റഹ്മാന് കൊടുക്കണം. അതിൽ പോലും ഒരു മതസൗഹാർദ്ദ സ്വഭാവമുണ്ട് എന്നുള്ളത് ഒരു കൗതുകമായിരിക്കാം. അപ്പോ ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും ഇവർ ഈ തെറ്റിന്റെ വഴിയിൽ നിന്ന് രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരുന്നതാണ് നിയമത്തിന്റെ കാരുണ്യം. കാർക്കശ്യം മാത്രമല്ല, കാരുണ്യം വേണം. എനിക്ക് താങ്കൾ പറഞ്ഞുകൊണ്ട് നടപടി വേണ്ടേ? തീർച്ചയായിട്ടും നടപടി വേണം. ഇതിനെ 2-handed അപ്രോച്ച് എന്നാണ് വിളിക്കുക. അതായത് ഒരു കൈ കൊണ്ട് തല്ലും, മറു കൈ കൊണ്ട് തലോടും. ചെറിയ പ്രായത്തിലെല്ലാം നമ്മുടെ വീട്ടുകാർ നമ്മളോട് ചെയ്തിട്ടുള്ളതാണ്. അച്ഛൻ സ്നേഹം കൊണ്ട് ചൂടാവും, അമ്മ സ്നേഹം കൊണ്ട് സാന്ത്വനിപ്പിക്കും. അച്ഛന്റെ ചൂടാവലും ആവശ്യമാണ്, അമ്മയുടെ സാന്ത്വനിപ്പിക്കലും ആവശ്യമാണെന്ന് പറയുന്നത് പോലെ നിയമത്തിന്റെ തല്ലും ആവശ്യമാണ്, നിയമത്തിന്റെ തലോടലും നമുക്ക് ആവശ്യമാണ്. ഇതിനെ രണ്ടിനെയും കൂടെ കൊണ്ടുപോകാൻ കഴിയണം. പൊതുസമൂഹം, അടക്കമുള്ള മാധ്യമങ്ങൾ എടുക്കുന്ന ജാഗ്രത വളരെ നല്ലതാണ്. കാരണം അതൊരു പേടി ഉണ്ടാക്കും, ഡ്രഗ്സിനോടൊരു വിപ്രതിപത്തി ഉണ്ടാക്കും, ഡ്രഗ്സിനോടൊരു വിരോധം ഉണ്ടാക്കും, ഡ്രഗ്സ് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കും. IA ഡ്രഗ്സ് എന്നൊരു ക്യാമ്പയിൻ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. IO ഡ്രഗ്സ് അല്ല, പകരം IA ഡ്രഗ്സ്. IA ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവൻ മണ്ടനാണ്, വിട്ടിയാണ് എന്നവരെ തിരിച്ചറിയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ കൂടി. അതുകൊണ്ട് വേടനെ തിരിച്ചു വരാൻ അവസരം കൊടുക്കുക, വേടനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഇന്ന് മഹാത്മാഗാന്ധിയോ ശ്രീനാരായണ ഗുരുദേവനോ ചട്ടമ്പി സ്വാമിയോ ഒക്കെ ജീവിച്ചിരുന്നെങ്കിൽ അവർ ഈ സമീപനം തന്നെ എടുക്കുമായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.